പല മനാസിലുകൾ കൂടിച്ചേർന്നതാണ് ഈ ഒരു അവസ്ഥ. അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തി അവൻ ഓരോ സന്ദർഭത്തിലും പല മഖാമുകളിലൂടെ അവൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് ഈ കിതാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള ആ മൻസിലത്തുകളെ അതിനെ നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ അതെങ്ങനെയാണ് അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന രീതിയിൽ ക്രോഡീകരിച്ച് അതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മദാരിജ് സാലിക്കിൻ എന്നുള്ള കിതാബിൽ നിന്ന് വളരെ ചെറിയൊരു ഭാഗമാണ് ഈ ഒരു അലിക്സീർ എന്നുള്ള കിതാബിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യം പരാമർശിക്കുന്ന മൻസിലത്ത് മൻസിലത്തുൽ യഖ്ബത്തി, യഖ്ബത്തിന്റെ മൻസിലത്ത്. യഖ്ബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണർവ്, ഉണർച്ച എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് ഇസ്തൈഖള മിനൻ നൗം എന്ന് പറയും, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളത്. അപ്പോൾ ഉണർച്ചയുണ്ടാകുക എന്ന്. ഇവിടെ എന്താണ് യഖ്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഖ്ബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധമായ അവസ്ഥയിൽ നിന്ന് മാറി, അഥവാ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, അതിനെക്കുറിച്ചൊന്നും ചിന്തയില്ലാതെ അശ്രദ്ധമായി ജീവിക്കുന്നതിൽ നിന്ന് മാറി എനിക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന ബോധത്തിലേക്ക്, ഉണർവിലേക്ക് വരുന്നതിനാണ് അൽ യഖ്ബത്ത് എന്ന് ഇയ്യാക നഅ്ബുദിന്റെ ബാബിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്നൽ അബ്ദ ഖബ്ല വുസൂലി ദാഇ ഇലൈഹി ഫീ നൗമിൽ ഗഫ്ലതി, ഒരു അടിമ അവന്റെ അടുക്കലേക്ക് ഒരു വിളിക്കുന്ന വ്യക്തി, അവനെ ഉണർത്താൻ വേണ്ടി വിളിക്കുന്ന വ്യക്തി വരുന്നതിന് മുമ്പ് അവൻ ഏതവസ്ഥയിലാണ്? അശ്രദ്ധയുടെ അവസ്ഥയിലാണ്, അശ്രദ്ധയുടെ ഉറക്കത്തിലാണ്. നാം ഈ കിതാബിന്റെ ആദ്യത്തെ ദർസിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മനുഷ്യന്റെ നാശത്തിന് കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അൽ ഗഫ്ലത്ത്, രണ്ട് അൽ കസ്ല്, അശ്രദ്ധയും മടിയും. ഒന്ന് എന്താണ് ജീവിത ലക്ഷ്യം എന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ അശ്രദ്ധമായി ജീവിക്കൽ. രണ്ട്, ആ ചിന്ത വന്നതിന് ശേഷം അതിനുവേണ്ടി പണിയെടുക്കാതെ അലസത ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടിസ്ഥാനങ്ങൾ മറ്റു രണ്ട് കാര്യങ്ങളാണ് ഇതിനെതിരായി വരുന്നത്. ഒന്നാമത്തേത് ഗഫ്ലത്തിനെതിരായിക്കൊണ്ട് ഇൽമുണ്ടാവുക, യഥാർത്ഥ അറിവുണ്ടാവുക എന്നുള്ളത്. അറിവുണ്ടെങ്കിലാണ് ഒരാൾക്ക് യഖ്വത്ത് ഉണ്ടാകുന്നത്. രണ്ടാമത്തേത് ഇറാദത്തുണ്ടാവുക, അഥവാ കർമ്മം ചെയ്യാനുള്ള ഉദ്ദേശവും അതുപോലെയുള്ള കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോ ഒരാളെ ഈ ഉറക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ അശ്രദ്ധയിൽ നിന്ന് ക്ഷണിക്കാനായിട്ട് ഒരാൾ വിളിക്കുന്നതിന് മുമ്പ് അയാൾ അശ്രദ്ധയുടെ ഉറക്കത്തിൽ മുഴുകിയ ഒരു വ്യക്തിയായിരിക്കും, അഥവാ ജീവിതത്തിൽ ലക്ഷ്യമറിയാൻ നിൽക്കുന്ന ഒരാളായിരിക്കും. ഖൽബുഹു നായിമുൻ വതർഫുഹു യഖ്ബാൻ, അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഖൽബ് ഉറക്കത്തിലായിരിക്കും, എന്നാൽ അവന്റെ ശരീരം ഉണർച്ചയിലുമായിരിക്കും. അതായത് ശരീരം കൊണ്ട് അവൻ എഴുന്നേൽക്കുന്നുണ്ടാകും, അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അവന്റെ ഖൽബ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയോ ജീവിത ലക്ഷ്യമോ അതൊന്നുമില്ലാതെ ഉറക്കത്തിലുമായിരിക്കും. ഫസാഹ ബിഹിൻ നാസിഹു, ആ ഒരു നസീഹത്തുള്ള ഒരു വ്യക്തി അവനെ വിളിച്ചുണർത്തുന്നു, അവനെ ഉറക്കെ വിളിക്കുന്നു. വസ്മഅഹു ദാഇൻ നജാഹ്, വിജയത്തിന്റെ വിളിയാളൻ അവനെ കേൾപ്പിക്കുന്നു, എന്താണ് അവന്റെ ജീവിത ലക്ഷ്യമെന്ന് അറിയിക്കുന്നു. വഅദ്ദന ബിഹി മുഅദ്ദിനുർ റഹ്മാൻ, റഹ്മാനിന്റെ മുഅദ്ദിൻ അവനെ അറിയിക്കുന്നവൻ അവനെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. അഥവാ ഏതെങ്കിലും ഒരു കാരണത്തിലൂടെ അവന് അവന്റെ ജീവിത ലക്ഷ്യമുണ്ട്, അവനൊരു ഉദ്ദേശമുണ്ട് എന്നുള്ള ആ ജീവിതത്തിന്റെ അർത്ഥത്തിലേക്ക് അവൻ കേൾക്കുന്നു. ഏതെങ്കിലും തരത്തിൽ, ഏത് തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒരു അശ്രദ്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രസംഗം കേട്ടു, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ ആൾ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഹയ്യ അലൽ ഫലാഹ് എന്ന വാക്കാണ്, അഥവാ വിജയത്തിലേക്ക് വരൂ എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ കിതാബ് വളരെ ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വാചകം ഈ നിലക്കൊക്കെ പറയുന്നത്. അഥവാ ബാങ്കിൽ നിസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് ക്ഷണിക്കുന്നത് പോലെ, വിളിക്കുന്നത് പോലെ അശ്രദ്ധയിലായിട്ടുള്ള ഒരാളെ ഏതെങ്കിലും ഒരു കാരണത്തിലൂടെ ഈ ഉണർച്ചയിലേക്ക്, തനിക്കൊരു ജീവിത ലക്ഷ്യമുണ്ട് എന്നുള്ള ബോധത്തിലേക്ക് അവനെ വിളിച്ചുണർത്തുന്നു. فأول مراتب هذا النائم اليقظة والانتباه من النوم.
ഈ ഒരു ഉറങ്ങുന്ന അശ്രദ്ധയിൽ ഉറങ്ങുന്ന ആളുടെ മർത്തബകളിൽ ഇതാണ് തുടക്കം. അശ്രദ്ധയിൽ ജീവിക്കുന്ന ഒരാൾ ഇയ്യാക നഅ്ബുദിന്റെ മർത്തബയിലേക്ക് തുടങ്ങുന്ന ആദ്യത്തെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന അശ്രദ്ധയിൽ നിന്ന് ഉണരുന്ന ആദ്യത്തെ മർത്തബ എന്നുള്ളത് അൽ യഖ്ബതു വൽ ഇന്തിബാഹു മിനൻ നൗം, ആ ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നുള്ളതാണ് ആദ്യത്തേത്. ഒരു ആൾ ചിന്തിച്ചാൽ മതി, വലാലത്തിലായിക്കൊണ്ട് വഴികേടിലായിക്കൊണ്ട് പാപങ്ങളിലായിക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾ, അയാൾ ഒരു മാറി പുതിയൊരു ജീവിതത്തിലേക്ക് മാറി വരുമ്പോൾ അതിന്റെ തുടക്കം അതാണ് യഖ്ബത്ത് എന്ന് പറയുന്നത്. അതാണ് ഉറക്കത്തിൽ നിന്നുള്ള ഉണർച്ച, അതാണ് ആദ്യത്തെ മർത്തബ. വഹിയ എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്താണ് യഖ്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഹിയ ഇൻസിആജുൽ ഖൽബി ലിറൗഅത്തിൽ ഇന്തിബാഹി മിൻ റഖദത്തിൽ ഗാഫിലീൻ. ഇൻസിആജുൽ ഖൽബ്, ഖൽബിനുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ്. ലിറൗഅത്തിൽ ഇന്തിബാഹ്, ആ ഉണർച്ചയുടെ അതുല്യമായ ഭംഗിയുള്ള അവസ്ഥയിലേക്കുള്ള ഖൽബിന്റെ ഒരു അസ്വസ്ഥത. മിൻ റഖദത്തിൽ ഗാഫിലീൻ, അശ്രദ്ധരായ ആളുകളുടെ ഉറക്കത്തിൽ നിന്ന്, അഥവാ അശ്രദ്ധയുടെ ആ ഉറക്കത്തിൽ നിന്ന് മയക്കത്തിൽ നിന്നുള്ള ആ ഉണർച്ചയിലേക്കുള്ള ഒരു പോക്ക്, അതിന് ഖൽബിനുണ്ടാകുന്ന ആ ഒരു അവസ്ഥ, അതാണ് യഖ്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാൾ തെമ്മാടിയായി ജീവിക്കുകയാണ്, അയാൾക്ക് തോന്നി തുടങ്ങും ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഞാൻ മരിച്ചു പോകേണ്ട ഒരാളാണ്, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, എനിക്കൊരു മാറ്റം വേണം, അങ്ങനെ അസ്വസ്ഥമായി തുടങ്ങുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഉണർച്ചയിലേക്കുള്ള ആ മഹത്തരമായിട്ടുള്ള ഉണർച്ചയ്ക്ക് വേണ്ടി ആ ഒരു അസ്വസ്ഥത ഖൽബിനുണ്ടാവലാണ് യഖ്ബത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നു വലില്ലാഹി മാ അൻഫഅ ഹാദിഹി റൗഅ, അല്ലാഹുവാണ് എന്ത് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണിത്, എത്ര മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണിത്. വമാ അഅ്ളമ ഖദ്റഹ വഖത്രഹ, ഇതിന്റെ സ്ഥാനവും പദവിയും എത്ര മഹത്തരമാണ്, എത്ര ഉന്നതമായ ചിന്തയാണിത്. വമാ അശദ്ദ ഇആനതഹ അല സുലൂക്ക്, എന്തു വലിയ സഹായമാണ് അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഈ യഖ്ബത്ത് കൊണ്ടുണ്ടാകുന്നത്. അഥവാ അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഒരാൾക്ക് സഹായകമാകുന്ന ഈ യഖ്ബത്ത് കൊണ്ട് ലഭിക്കുന്ന സഹായം അതെത്ര ഗൗരവമുള്ളതാണ് എന്ന് അത്ഭുതത്തോടു കൂടി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. ഫമൻ അഹസ്സ ബിഹാ ഫഖദ് അഹസ്സ വല്ലാഹി ബിൽ ഫലാഹ്, ആരാണോ ഇത് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇത് കണ്ടെത്തുന്നത്, ഇത് മനസ്സിലാക്കുന്നത്, തീർച്ച അവൻ വിജയമാണ്, അള്ളാഹുവാണ് വിജയമാണ് അവൻ കണ്ടെത്തുന്നത്, അവൻ അറിയുന്നത് പിന്നീട് വിജയമായിരിക്കും. അതിനുള്ള ഒന്നാമത്തെ മാർഗമാണ് ഈ അശ്രദ്ധയിൽ നിന്ന് ഉണരുക എന്നുള്ളത്. വഇല്ലാ ഫഹുവ ഫീ സകറാത്തിൽ ഗഫ്ല, അവൻ ഈ യഖ്ബത്ത് അവനുണ്ടായിട്ടില്ല എങ്കിൽ, ഈ ബോധം അവനുണ്ടായിട്ടില്ല എങ്കിൽ അവൻ അശ്രദ്ധയുടെ ലഹരിയിൽ മുഴുകിയവനായിരിക്കും. ഇതാണ് അധികം ആളുകളും. ഇപ്പൊ ചില ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് ജീവിതത്തിന് യാതൊരു ലക്ഷ്യവുമില്ലാതെ ഒരു ഉദ്ദേശവുമില്ലാതെ അവരുടെ ഇച്ഛകൾ പിൻപറ്റിക്കൊണ്ട് അവർ തോന്നിയതുപോലെ ജീവിക്കുന്നത് കാണാം. അവർ അശ്രദ്ധയുടെ ലഹരിയിൽ മുഴുകിപ്പോയത് കൊണ്ടാണ്. അവർക്ക് യഖ്ബത്ത് ഉണ്ടായിട്ടില്ല, എന്നാലേ അടുത്ത മർത്തബയിലൂടെ കയറി ഉന്നതമായ അള്ളാഹുവിന്റെ അടുത്തുള്ള സ്ഥാനത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ഒന്നാമത്തെ മർത്തബ ഈ അശ്രദ്ധയിൽ നിന്ന്, ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാത്ത നിലക്കുള്ള ജീവിതത്തിൽ നിന്ന്, തെമ്മാടിത്തരങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്നുള്ള ഒരു ഉണർച്ചയാണ്, ഒരു ഉണർവാണ്. ഫൈദൻ തബഹ, അങ്ങനെ അവൻ ആ ഉണർച്ച അവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അഥവാ അശ്രദ്ധയിൽ നിന്ന് ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ, ശമ്മറ ലില്ലാഹി ബിഹിമ്മതിഹി ഇല സഫരി ഇല മനാസിലിഹിൽ ഊല, അവൻ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങും, ഒരുങ്ങാൻ തുടങ്ങും. അവന്റെ ഉന്നതമായ ചിന്തകൾ കൊണ്ട്, ഉദ്ദേശങ്ങൾ കൊണ്ട്, ഇല സഫരി ഇല മനാസിലിഹിൽ ഊല, അവന്റെ യാത്രയിലേക്ക്. എങ്ങോട്ടുള്ള യാത്ര? അവന്റെ ഒന്നാമത്തെ ഭവനത്തിലേക്കുള്ള, സ്ഥാനത്തിലേക്കുള്ള. വൗതാനിഹില്ലതി സുബിയ മിൻഹ, ഏതൊരു നാട്ടിൽ നിന്നാണോ അവനെ തടവിലാക്കപ്പെട്ടത് അങ്ങോട്ടേക്ക്. അഥവാ അവന്റെ ഒന്നാമത്തെ ഭവനം എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ ഒന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ ആദ്യ ഭവനം അല്ലെങ്കിൽ തറവാട് എന്നെല്ലാം പറയുന്നത് എന്താണ്? സ്വർഗമാണ്. അങ്ങോട്ടേക്കുള്ള മടക്കം, യാത്രയാണ് മനുഷ്യൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ വഴിയാത്രക്കാരനെ പോലെ ആവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് എല്ലാം വിശദീകരിക്കുന്നുണ്ട്. അതായത് സ്വർഗം എന്നുള്ള സ്വന്തം നാട്ടിൽ നിന്ന് അവനവിടെ വിശാലമായ മണിമാളികകളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, ഇണകളുണ്ട്, സൗന്ദര്യമുള്ള ഇണകളുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്.
അവിടെ നിന്ന് താൽക്കാലികമായി ഒരു യാത്രയിൽ ഈ നാട്ടിലൂടെ കടന്നു പോവുകയാണ്, അഥവാ ഭൂമിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ഇവിടെ എത്ര വലിയ സൗന്ദര്യം കണ്ടാലും എത്ര വലിയ ആർഭാടം കണ്ടാലും അവന്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? എനിക്കിതിനേക്കാൾ വലിയ സ്വർഗത്തിലുണ്ട്. ഇവിടെ വലിയൊരു കൊട്ടാരം കണ്ടു, അവന്റെ മനസ്സിൽ എന്താ? എനിക്കിതിനേക്കാൾ വലിയ സ്വർഗത്തിലുണ്ട്. ഇവിടെ വലിയൊരു ആസ്വാദനം കണ്ടു, ഇതിനേക്കാൾ വലിയ സ്വർഗത്തിലുണ്ട്. എനിക്ക് ഇവിടെ ഇത് ആസ്വദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ യാത്രക്കാരനാണ്. നമ്മൾ സാധാരണ നാട്ടിലൂടെ പോകുമ്പോൾ എന്താ ഉണ്ടാവുക? അതുപോലെ തന്നെ. അപ്പൊ അതുപോലെ തിരിച്ച് അവന്റെ യഥാർത്ഥ ഭവനത്തിലേക്കുള്ള യാത്രയിലേക്ക് കൂടുതൽ ഒരുങ്ങാനും തയ്യാറാകാനും ഈ ഉണർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഒരുങ്ങും. അതാണ് ആദ്യത്തെ ഘട്ടം എന്നുള്ളത്, ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്കുള്ള യാത്രയിലെ ഒന്നാമത്തെ മർത്തബ എന്നുള്ളത്. فإنه إذا نهض من ورطة الغفلة, അങ്ങനെ അവൻ ഈ അശ്രദ്ധയുടെ ഞെരുക്കത്തിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ഉണർന്നു കഴിഞ്ഞാൽ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അഥവാ അശ്രദ്ധയിലാണ്, ആ അശ്രദ്ധ കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാകും, പല പ്രശ്നങ്ങളുണ്ടാകും. അതിൽ നിന്ന് അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അവൻ ഉണർന്നു കഴിഞ്ഞാൽ, വസ്തനാറ ഖൽബുഹു ബിറുഅയതി നൂരി തൻബീഹ്, അവന്റെ ഖൽബ് പ്രകാശിക്കാൻ തുടങ്ങും. അവൻ ആ ഉണർവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ഖൽബിൽ പ്രകാശമുണ്ടാകാൻ തുടങ്ങും. ഔജബ ലഹു ദാലിക മുലാഹബത നിഅമില്ലാഹി അൽ ബാത്തിന വദ്ദാഹിറ. അവൻ ആ പ്രകാശം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രകാശം എന്ത് നിർബന്ധമാക്കും? അവൻ പരിശോധിക്കാൻ തുടങ്ങും. സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങും. എന്തിനെ? നിഅമില്ലാഹി അൽ ബാത്തിനതി വദ്ദാഹിറ, ആന്തരികമായിട്ടുള്ളതും പ്രകടമായിട്ടുമുള്ള അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച്. ബാത്തിനായ നിഅമത്തുകൾ എന്ന് പറഞ്ഞാൽ ഈമാൻ, അതുപോലെ തന്നെ തവക്കുൽ, തൗഹീദ്, അതുപോലെയുള്ള കാര്യങ്ങൾ. ഈ ദീനിയായിട്ടുള്ള എന്തെല്ലാം അനുഗ്രഹമുണ്ടോ അത്. ബാഹിറായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവന്റെ ആരോഗ്യം, അവന്റെ സമ്പത്ത്, അവന്റെ കുടുംബം, അതുപോലെയുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ചെല്ലാം അവൻ ആലോചിക്കാൻ തുടങ്ങും. അതായത് ഒരാൾ അശ്രദ്ധമായ അവസ്ഥയിലാണെങ്കിൽ അവൻ എങ്ങനെയാണ് അവന്റെ ശരീരം പ്രവർത്തിക്കുന്നത് എന്നോ, ഞാൻ എങ്ങനെയാണ് ഭക്ഷണം ലഭിക്കുന്നതെന്നോ, എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കൂല. അവനിതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന നിലക്ക് ആണ് അവൻ ജീവിച്ചു മുന്നോട്ട് പോവുക. എന്നാൽ ഈ യഖ്വത്തിന്റെ ദറജയിൽ, ആ ഉണർച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ ഖൽബ് പ്രകാശിക്കും. ആ പ്രകാശം കൊണ്ട് ആദ്യമുണ്ടാകുന്ന കാര്യം അവൻ പരിശോധിക്കാൻ തുടങ്ങും. പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അവൻ സൂക്ഷ്മമായി നിരീക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്, അനുഗ്രഹങ്ങൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നവൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങും. وكلما حدق قلبه وطرفه فيها شاهد عظمتها وكثرتها. അങ്ങനെ എപ്പോഴെല്ലാം വളരെ സൂക്ഷ്മമായി കൊണ്ട് അവന്റെ ഖൽബും അവന്റെ അവയവങ്ങളും അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയാൽ, ചിന്തിക്കാൻ തുടങ്ങിയാൽ, അവലോകനം ചെയ്യാൻ തുടങ്ങിയാൽ അവൻ ആ അനുഗ്രഹങ്ങളുടെ മഹത്വവും അതിന്റെ ആധിക്യവും അവൻ എന്ത് ചെയ്യും? അവൻ സാക്ഷ്യം വഹിക്കും. അവന് കാണാൻ സാധിക്കും എത്രത്തോളം വലിയ അനുഗ്രഹങ്ങളാണ്, എത്രത്തോളം മഹത്തരമായ കാര്യങ്ങളാണ് അവൻ ലഭിച്ചിട്ടുള്ളത് എന്ന്. ഫയഇസ മിൻ അദ്ദിഹാ, അതവൻ എണ്ണി തിട്ടപ്പെടുത്തുന്നതിൽ അവൻ നിരാശപ്പെടും. ഒരിക്കലും സാധിക്കില്ല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്, ഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തഹ്സുഹാ. ഒരിക്കലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ അത് എണ്ണി തിട്ടപ്പെടുത്താൻ അവന് സാധിക്കുകയില്ല, അത് നിരാശയാകും. വൽ വുഖൂഫു അലാ ഹദ്ദിഹാ, അതുപോലെ തന്നെ മിൻ അദ്ദിഹാ വൽ വുഖൂഫി അലാ ഹദ്ദിഹാ, അതിന്റെ പരിധിയിൽ അവന് നിൽക്കാൻ സാധിക്കുന്നതിനെ തൊട്ടും അവൻ നിരാശപ്പെടും. അഥവാ ആ ലഭിച്ച അനുഗ്രഹങ്ങൾ അത് വേണ്ട പോലെ നന്ദി കാണിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യാനോ അതിന്റെ അതിർവരമ്പകൾ കാത്തു സൂക്ഷിക്കാനോ അവന് സാധിച്ചിട്ടില്ല എന്ന രീതിയിലും അവന് വിഷമമുണ്ടാകും. وفرغ قلبه لمشاهدة منة الله عليه بها من غير استحقاق. അങ്ങനെ അവന്റെ ഖൽബ് ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഉറ്റാലോചിക്കും. അവന്റെ ഖൽബ് ആലോചിക്കും. എന്താണ് ആലോചിക്കുക? അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച്. യാതൊരു അവകാശവുമില്ലാതെ, യാതൊരു യോഗ്യതയുമില്ലാതെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങും. വലസ്തിജ്ലാബി ലഹാ ബിസമനിൻ, എത്ര വില കൊടുത്താലും നേടാൻ സാധിക്കാതെ അള്ളാഹു അവന്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങും. ഇതൊരാൾ യഖ്ലത്തിലേക്ക്, അശ്രദ്ധയിൽ നിന്ന് മാറുമ്പോൾ ആദ്യത്തിൽ അവനുണ്ടാകുന്ന മാറ്റമായിരിക്കും. ഫതയഖന, ആ സമയത്ത്, ഹീന ഇതിൻ, ആ സമയത്ത് അവന് ദൃഢമായൊരു ബോധ്യം വരും.
തഖ്സീറഹു ഫീ വാജിബിഹാ, ആ അനുഗ്രഹങ്ങൾക്ക് നിർബന്ധമായി ഞാൻ വീട്ടിൽ കൊടുക്കേണ്ട കാര്യങ്ങളിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട്, അവന് കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നവന് ബോധ്യപ്പെടും. വഹുവൽ ഖിയാമു ബിശുക്രിഹാ, അതെന്താണ്? ആ അനുഗ്രഹങ്ങൾക്ക് യഥാർത്ഥ രൂപത്തിൽ നന്ദി കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്ന ആ ബോധം അവൻ്റെ ഉള്ളിലുണ്ടാകും. ഇത് ആദ്യത്തെ ഒരു ഘട്ടമാണ്. അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഒരു മനുഷ്യന് ആദ്യം ഉണ്ടാവേണ്ട ഒരു ഘട്ടമാണ് ഇത്. എപ്പോഴും ഇത് അവസാനം വരെ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആദ്യം പറഞ്ഞ പോലെ ഒരാൾക്ക് ജീവിതത്തിനോട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ മർത്തബകളെ പറഞ്ഞിട്ടുള്ളത്. അശ്രദ്ധമായി ജീവിച്ചിരുന്ന ഒരു കാലം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതിരുന്ന ഒരു കാലം, അവിടെ നിന്ന് ആദ്യമായി ആ അശ്രദ്ധയിൽ നമ്മൾ ഉണർന്ന സമയത്ത് നമുക്ക് ഈ ചിന്ത വന്നിട്ടുണ്ടാകും, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്, അതിന് ഞാൻ നന്ദി കാണിക്കുന്നത് എത്ര കുറവാണ് എന്ന ബോധമുണ്ടാകും. പക്ഷെ പലപ്പോഴും കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഒരു മർത്തബ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാകും. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ ആലോചിച്ചു കൊള്ളുന്നില്ല. ഇതെനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന നിലക്ക് വരെ ചില ആളുകൾ മാറിപ്പോകാറുണ്ട്. പക്ഷേ ഈ ഒരു ബോധം ഏത് സമയത്തും വേണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ട പോലെ ഞാൻ നന്ദി കാണിക്കുന്നില്ലല്ലോ എന്നുള്ളത്. فأوجب له شهود تلك المنة والتقصير نوعين جليلين من العبودية. അങ്ങനെ ഈ ഒരു അനുഗ്രഹത്തെ അവൻ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അവന് മനസ്സിലായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അവൻ ചെയ്യുന്നതിൽ കുറവാണ് ചെയ്യുന്നത് അള്ളാഹുവിനെ എന്ന് അവന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് അവന്റെ മേലെ നിർബന്ധമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. നൗഐനിൽ ജലീലൈൻ മിനൽ ഉബൂദിയ്യ, ഉബൂദിയത്തിൽ അള്ളാഹുവിനോടുള്ള ആരാധനയിൽ മഹത്തായ രണ്ട് കാര്യങ്ങളെ അവനിൽ അത് നിർബന്ധമാക്കും. ഏത് നിർബന്ധമാക്കും? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കലും അള്ളാഹുവിനോട് ചെയ്യുന്ന കാര്യങ്ങളിൽ വീഴ്ചയാണല്ലോ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ചിന്ത അവന് രണ്ട് കാര്യങ്ങൾ, ഉബൂദിയത്തിന്റെ രണ്ട് കാര്യങ്ങൾ അവനിൽ ഉണ്ടാക്കും, നിർബന്ധമാക്കും. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, മഹബ്ബത്തുൽ മുൻഇം വല്ലഹ്ജ ബിദിക്രിഹി. ഒന്നാമത്തേത് മഹബ്ബത്തുൽ മുൻഇം വല്ലഹ്ജ ബിദിക്രിഹി, അള്ളാഹുവിനോടുള്ള അനുഗ്രഹം ചൊരിഞ്ഞവനോടുള്ള ഇഷ്ടവും ആ അനുഗ്രഹം ചൊരിഞ്ഞ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്കുള്ള മുന്നിടലും. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തേത് ഈ കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം അവനിലുണ്ടാകും. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യാനുള്ള ആ പ്രേരണ, അതിലേക്ക് മുന്നിടൽ അവനുണ്ടാകും. രണ്ടാമത്തേതുണ്ടാകുന്നത് അള്ളാഹുവിന് മുമ്പിൽ താഴ്മ, വിധേയത്വം കാണിക്കും, ദില്ലത്തും അതുപോലെ തന്നെ ഖുദൂഉം ഉണ്ടാകും. അതുപോലെ തന്നെ സ്വന്തത്തിൽ കുറവാണല്ലോ ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധം. ഈ രണ്ട് കാര്യങ്ങൾ അവനിൽ ഉണ്ടാക്കും. അതായത് ഒരാൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിനോട് ചെയ്യുന്നതിൽ കുറവ് വരുത്തുന്നവനാണല്ലോ ഞാൻ എന്നുള്ള ബോധം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് രണ്ട് കാര്യങ്ങളാണ് അവനിൽ നിർബന്ധമാക്കുക. ഒന്ന്, അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ മുന്നിടലും. രണ്ട്, അള്ളാഹുവിനോട് കാണിക്കുന്ന താഴ്മയും സ്വന്തത്തിലുള്ള കുറവ്, വീഴ്ച, അതിനെക്കുറിച്ചുള്ള ബോധവും. ഈ രണ്ട് കാര്യങ്ങൾ അവനുണ്ടാക്കും. ഇത് ഉബൂദിയത്തിന്റെ അടിസ്ഥാനങ്ങളാണ്. അങ്ങനെ അവന് ബോധ്യപ്പെടും. ഏത് നിലക്ക്? അവൻ സ്വന്തത്തിൽ കുറവ് വരുത്തിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടും. ഏത് നിലക്ക്? വേണ്ട പോലെ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന നിലക്ക്. ഒന്ന് ആലോചിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു ചെറിയ അനുഗ്രഹത്തിന് പോലും നമ്മൾ നന്ദി കാണിച്ചിട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടാകില്ല. ഏതൊരു കാര്യം, ഭൗതികമായ കാര്യങ്ങളാവട്ടെ ദീനിയായ കാര്യങ്ങളാവട്ടെ, ഭൗതികമായതിനേക്കാൾ വലുതാണ് ദീനിയായത്. അതിന് നന്ദി കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ നമുക്കതിന് സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പൊ അവന്റെ അവസ്ഥ അങ്ങനെയാകും. ഫയൻദുറു ഇലാ മാ സലഫ മിൻഹു മിനൽ ഇസാഅ, അങ്ങനെ അവൻ അവലോകനം ചെയ്യും, അവൻ സ്വന്തത്തിൽ പരിശോധിക്കും, അവൻ മുൻപ് ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ കുറിച്ച്, അവന് സംഭവിച്ചു പോയ പാപങ്ങളെ കുറിച്ച് അവൻ ഗൗരവത്തിൽ ആലോചിക്കുകയും അതിനെക്കുറിച്ച് അവലോകനം ചെയ്യുകയും ചെയ്യും. വയഅലമു അന്നഹു അലാ ഖതറിൻ അദീമിൻ ഫീഹാ, അങ്ങനെ അവൻ മനസ്സിലാക്കും അവൻ വലിയൊരു അപകടത്തിലായിരുന്നു. ഇത്രയും കാലം അവൻ ജീവിച്ചത് വലിയൊരു അപകടത്തിലും നഷ്ടത്തിലുമായിരുന്നു. മുശ്രിഫൻ അലൽ ഹലാക്കി ബിമുആഖദതി സാഹിബിൽ ഹഖ് ബിമൂജിബി ഹഖ്ഹി, അവൻ ഒരു ശിക്ഷ ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലായിരുന്നു. ആ ശിക്ഷ ഏറ്റുവാങ്ങി നാശത്തിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ട് അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. സാഹിബുൽ ഹഖ് അഥവാ അത് നൽകാൻ ഏറ്റവും അവകാശമായിട്ടുള്ള അള്ളാഹുവിന്റെ ശിക്ഷ,
ബിമൂജിബി ഹഖ്ഖിഹി, ആ ഹക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, അഥവാ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കാതെ അള്ളാഹുവിന് നന്ദി കാണിക്കാതെ അവൻ ആ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ശിക്ഷയ്ക്ക് അർഹമായ അവസ്ഥയിൽ ആ ശിക്ഷിക്കാൻ അർഹതയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ കൊണ്ട് നശിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത് എന്നവന് മനസ്സിലാകും. ഫൈദാ ത്വാലഅ ജിനായതഹു, അങ്ങനെ അവന്റെ പാപങ്ങൾ, അവൻ ചെയ്ത കുറ്റങ്ങൾ, അക്രമങ്ങൾ, അതിനെ അവൻ പരിശോധിക്കുമ്പോൾ, അതിലേക്ക് അവൻ എത്തി നോക്കുമ്പോൾ, അതിനെ അവലോകനം ചെയ്യുമ്പോൾ, ശമ്മറ ലിസ്തിദ്റാകിൽ ഫാരിഖ് ബിൽ ഇൽമി വൽ അമൽ, അവൻ ഒരുങ്ങും. എന്തിനു വേണ്ടി ഒരുങ്ങും? അവന് സംഭവിച്ച ഇസ്തിദ്റാകിൽ ഫാരിഖ്, അവന് നഷ്ടപ്പെട്ടു പോയ, ചെയ്തു പോയ തെറ്റുകൾ, സംഭവിച്ചു പോയ അബദ്ധങ്ങൾ, അതിനെയെല്ലാം നന്നാക്കാൻ വേണ്ടി അവൻ ഒരുങ്ങും. ഇൽമു കൊണ്ടും അമൽ കൊണ്ടും. ബിൽ ഇൽമി വൽ അമൽ, അറിവ് കൊണ്ടും കർമ്മം കൊണ്ടും. ഇതാണ് അവിടുന്ന് മാറുന്നത്. നമ്മൾ മനസ്സിലാക്കിയാൽ, നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആലോചിച്ച് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് കടന്നു പോയിട്ട് പിന്നെ അവന് മനസ്സിലാകും, അറിവും കർമ്മവും കൊണ്ട് മാത്രമേ സംഭവിച്ചു പോയിട്ടുള്ള എൻ്റെ അബദ്ധങ്ങൾ നേരെയാക്കാൻ പറ്റുകയുള്ളൂ, എനിക്ക് മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ. വതഖല്ലസ മിൻ ദിഖ്ൽ ജിനായ ബിൽ ഇസ്തിഗ്ഫാർ വന്നദം, അവൻ ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്തു പോയിട്ട് അവൻ ബന്ധനസ്ഥനായ അവസ്ഥയിൽ നിന്ന് ഇസ്തിഗ്ഫാർ കൊണ്ടും ഖേദം കൊണ്ടും, ഇസ്തിഗ്ഫാർ കൊണ്ടും നെദ്മ കൊണ്ടും ഖേദം കൊണ്ടും, അതാ നെദ്മ എന്ന് പറഞ്ഞാൽ തൗബയാണ് ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നെദ്മ എന്ന് പറഞ്ഞാൽ തൗബയാണ്, അല്ലെങ്കിൽ തൗബ എന്ന് പറഞ്ഞാൽ നെദ്മാണ്, ഖേദം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും അവൻ അവന്റെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് അവൻ ഒഴിവാകും. വതലബിത് തംഹീസ്, അവന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, പാപങ്ങൾ ശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ തേടും. വഹുവ തഖ്ലീസു ഈമാനിഹി വമഅരിഫതിഹി മിൻ ഖബസിൽ ജിനായ, അങ്ങനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പാപങ്ങളുടെ ആ മ്ലേച്ഛതയിൽ നിന്ന് അവൻ എന്താകും? അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിനെയും ഈമാനിനെയും എല്ലാം ഒഴിവാക്കിയെടുക്കുന്നതാണ് തംഹീസ്, ശുദ്ധീകരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അവൻ ആ യഖ്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ മാറ്റം അങ്ങനെയായിരിക്കും. ആദ്യം അവൻ ഓർമ്മ വരിക അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളാണ്. ഇത് എല്ലാ സമയത്തും നമുക്ക് വേണം. ആ യഖ്വത്ത് എപ്പോഴും നമുക്ക് വേണ്ടതാണ്. ആ ഓർമ്മ വരും. അതിനുശേഷം അവൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും തന്റെ കുറവുകൾ ബോധ്യം വന്ന് അള്ളാഹുവിനോട് താഴ്മയും ഉണ്ടാകും. അങ്ങനെ അവൻ അതിൽ നിന്ന് മാറ്റത്തിനൊരുങ്ങും. അങ്ങനെ ഇസ്തിഗ്ഫാറും തൗബയും അതുപോലെയുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ കൊണ്ട് അവന് പറ്റിയ അബദ്ധങ്ങൾ തിരുത്താൻ ശ്രമിക്കും, നന്നാക്കാൻ നോക്കും. എന്നിട്ട് പറയുകയാണ്, വഹാദ തംഹീസു യകൂനു ഫീ ദാരി ദുനിയ ബിഅർബഅതി അഷ്യാ, അങ്ങനെ ഒരാൾ സ്വന്തത്തെ ശുദ്ധീകരിക്കാൻ തുടങ്ങുമ്പോൾ ആ ശുദ്ധീകരണം സംഭവിക്കുന്നത് ദുനിയാവിൽ 4 രീതിയിലൂടെയാണ്, 4 മാർഗത്തിലൂടെയാണ് പാപം സംഭവിച്ച് തെമ്മാടിത്തരം ചെയ്ത് തിന്മ ചെയ്ത് ജീവിച്ച ആൾക്ക് ശുദ്ധീകരണം നേടാനാവുക. ഏതൊക്കെയാണത്? ഒന്ന് ബിത്തൗബത്തി, തൗബ ചെയ്തുകൊണ്ട്, വൽ ഇസ്തിഗ്ഫാരി, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, വൽ ഹസനാത്തിൽ മാഹിയ, പാപങ്ങളെ മായ്ച്ചു കളയുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട്, വൽ മസായിബിൽ മുകഫിറ, അല്ലെങ്കിൽ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും വീതം അവന് ബാധിക്കുന്ന മുസീബത്തുകളെ കൊണ്ട്, അതായത് മുസീബത്തുകൾ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അതിൽ നിന്ന് ഒഴിവാകാൻ, ശുദ്ധീകരിക്കാൻ അവന് സാധിക്കുക. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? 1 തൗബ, 2 അൽ ഇസ്തിഗ്ഫാർ, 3 അൽ ഹസനാത്തുൽ മാഹിയ. ഹസനാത്തുൽ മാഹിയ എന്ന് പറഞ്ഞാൽ പാപങ്ങളെ മായ്ച്ചു കളയുന്ന സൽക്കർമ്മങ്ങൾ. അത് ഏത് സൽക്കർമ്മവും പാപത്തെ മായ്ച്ചു കളയും. 4-മത്തേത് അൽ മസായിബുൽ മുകഫിറ, പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്ന മുസീബത്തുകൾ. ഇതിൽ 4 കൊണ്ടുമാണ് മായ്ച്ചു കളഞ്ഞ് ശുദ്ധീകരിക്കാൻ സാധിക്കുക. فإن محسته هذه الأربعة وخلصته كان من الذين تتوفاهم الملائكة الطيبين. അങ്ങനെ ഈ 4 എണ്ണം കൊണ്ട് അവൻ ചെയ്ത പാപങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ചെമ്മാടിത്തരങ്ങൾ, അതിനെ ശുദ്ധിയാക്കാനും അതിൽ നിന്ന് ഒഴിവാകാനും അവന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ മലക്കുകൾ മരണസമയത്ത്, വിശിഷ്ടരായിട്ടുള്ള മലക്കുകൾ അവനെ മരിപ്പിക്കുന്ന സമയത്ത് അവന്റെ അടുത്തുണ്ടാകും. യുബശ്ശിറൂനഹും ബിൽ ജന്ന, അങ്ങനെയുള്ള ആളുകളോട് ആ മലക്കുകൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും. അഥവാ ഈ ദുനിയാവിൽ വെച്ച് ചെയ്തു പോയ പാപങ്ങൾ, അശ്രദ്ധയുടെ കാലത്ത് ചെയ്തു പോയ തെറ്റുകൾ ശുദ്ധീകരിക്കണമെങ്കിൽ ഈ 4 മാർഗങ്ങളാണ്. ഈ 4 മാർഗത്തിലൂടെ ശുദ്ധീകരിച്ച വ്യക്തികൾ മരണപ്പെടുന്ന സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് അവരുടെ അടുക്കൽ സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കും. വകാന മിനൽ ലദീന, അവർ ഏതു കൂട്ടരിൽപ്പെടും?
സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞതുപോലെ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കൽ മലായികത്തുകൾ വരും ഇൻദൽ മൗത്ത്, മരണസമയത്ത്. അല്ലാ തഖാഫു വലാ തഹ്സനു, ആ മലക്കുകൾ പറയും നീ പേടിക്കണ്ട, നീ ദുഃഖിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം, അതുകൊണ്ടുള്ള സന്തോഷ വാർത്തയുണ്ട്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളാണ്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും, നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ അതാ നിങ്ങൾ ഇച്ഛിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഉണ്ടാകും. വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതൊരു കാര്യവും അവിടെ ഉണ്ടാകും എന്ന് ആ മലക്കുകൾ പറയും. അവരൊപ്പം ആ മലക്കുകൾ ഉണ്ട് എന്ന നിലക്ക് സന്തോഷത്തോടു കൂടി സമാധാനിപ്പിച്ചുകൊണ്ട് ആ മലക്കുകൾ മരണസമയത്ത് അവരോടൊപ്പം ഉണ്ടാകും. ആരോടൊപ്പം? തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും ഹസനാത്തുകൾ കൊണ്ടും അല്ലെങ്കിൽ ബാധിച്ച മുസീബത്തുകൾ ക്ഷമിച്ചത് കൊണ്ടും പാപങ്ങൾ പൊറുക്കപ്പെട്ട ആളുകൾ. വഇല്ലം തഫി ഹാദിഹിൽ അർബഅതു, ഇനി ഈ 4 കാര്യം കൊണ്ട് ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിലോ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പാപങ്ങളാണ് അവൻ ചെയ്തു പോയിട്ടുള്ളത് എങ്കിലോ, ഈ 4 അവന്റെ ജീവിതത്തിൽ ഉണ്ടായി, പക്ഷെ അത് മതിയായില്ല അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ. ബിതംഹീസി വതഖ്ലീസിഹി, അവന് അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇത് മതിയായില്ല, ഈ 4 കാര്യങ്ങൾ മതിയായില്ല. എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫലം തകുൻ അത്തൗബതു നസൂഹൻ, അവൻ തൗബ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നസൂഹായ തൗബയായിരുന്നില്ല, പരിപൂർണമായിട്ടുള്ള ശരിയായ തൗബയായിരുന്നില്ല. വഹിയൽ ആമത്തു ശാമിലത്തു സ്വാദിഖ, എന്താണ് നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ? അത് പരിപൂർണമായി എല്ലാ രീതിയിലും അതിന്റെ നിബന്ധനകൾ പാലിച്ച് സത്യസന്ധമായി കൊണ്ടുള്ള തൗബ, പാപങ്ങൾ അവസാനിപ്പിച്ച് അതിൽ ഖേദമുണ്ടായി മടങ്ങില്ല എന്ന് ഉറപ്പോടുകൂടി ദൃഢതയോടുകൂടിയുള്ള തൗബ. അങ്ങനെ ആയിട്ടില്ല എങ്കിൽ വലം യകുനിൽ ഇസ്തിഗ്ഫാറു കാമിലൻ താമ്മൻ, അവന്റെ ഇസ്തിഗ്ഫാർ, അവൻ ചെയ്ത ഇസ്തിഗ്ഫാറുകൾ അത് പരിപൂർണമാകാതെ പോയിട്ടുണ്ടാകാം. വഹുവൽ മസ്ഹൂബു ബിമുഫാറഖത്തി ദംബി വന്നദ്മി അലൈഹി, അവൻ ആ പാപത്തിൽ നിന്നും, പരിപൂർണമായ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? പാപത്തിൽ നിന്നും ഒഴിവായിക്കൊണ്ട് അതിൽ ഖേദത്തോടുകൂടിയ ഇസ്തിഗ്ഫാർ, അങ്ങനെ അവൻ ഉണ്ടായിട്ടില്ല. ഹാദാ ഹുവൽ ഇസ്തിഗ്ഫാർ നാഫിഅ, അങ്ങനെ ചെയ്യുന്ന ഇസ്തിഗ്ഫാറാണ് ഉപകാരപ്രദമായിട്ടുള്ളത്. അഥവാ ഒരാൾ പാപത്തിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ആ പാപത്തിൽ നിന്ന് ഒഴിവായി അതിൽ ഖേദത്തോടു കൂടിയുള്ള ഇസ്തിഗ്ഫാറാണ് ഉപകാരപ്രദമായത്. ലാ ഇസ്തിഗ്ഫാറ ലസ്തിഗ്ഫാറ മൻ ഫീ യദിഹി ഖദ്ഹുൽ മുസ്കിർ, ഒരാളുടെ കയ്യിൽ മദ്യത്തിന്റെ ലഹരിയുടെ കോപ്പയുണ്ട്, അതും പിടിച്ചുകൊണ്ട് ഒരാൾ പറയുകയാണ് അസ്തഗ്ഫിറുല്ലാഹ്, യഖൂൽ അസ്തഗ്ഫിറുല്ലാഹ്, അവൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾക്ക് ഇസ്തിഗ്ഫാർ ഉണ്ടാവുകയില്ല. ثم يرفعه الى فيه, അവൻ അതും പിടിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയും പിന്നെ അത് അവന്റെ വായിലേക്ക് വെക്കുകയും ചെയ്യാൻ, അവനത് എടുത്ത് കുടിക്കാൻ. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തില്ല? ഇസ്തിഗ്ഫാർ ഉപകരിക്കില്ല. വലം തകുനിൽ ഹസനാതു ഫീ കമ്മിയതിഹാ വകൈഫിയതിഹാ വാഫിയതൻ ബിത്തക്ഫീർ, ഇനി അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ, നന്മകൾ, അത് അതിന്റെ ക്വാണ്ടിറ്റി കൊണ്ടോ ക്വാളിറ്റി കൊണ്ടോ, അതിന്റെ എണ്ണം കൊണ്ടോ അതിന്റെ ഗുണം കൊണ്ടോ എന്തായില്ല? പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാൻ മാത്രം എത്തിയില്ല, അതിനു മാത്രം കർമ്മങ്ങൾ അവനിൽ ഉണ്ടായില്ല. വലൽ മസായിബ്, അതുപോലെ തന്നെ മുസീബത്തുകൾ അവന് ബാധിച്ചിട്ടില്ല, അവന് സംഭവിച്ചിട്ടില്ല. വഹാദ ഇമ്മാലി അവമിൽ ജിനായ, എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുക? ഒന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ വലിയ ഗൗരവമേറിയ കുറ്റം അവൻ ചെയ്തിട്ടുണ്ടാകാം. വൈമാല വഅഫിൽ മുഹ്ഹിസ്, അതല്ലെങ്കിൽ ഈ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനുള്ള ഈ മാർഗം അത് കുറവായ ചെറിയ കാര്യങ്ങളാണ് ഉണ്ടാവുക. വഇമ്മാലഹുമ, അല്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ടാകും, ഇത് രണ്ടും സംഭവിച്ചിട്ടുള്ള അവസ്ഥയായിരിക്കും. അതായത് നാം നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ പാപിയായി അക്രമിയായി ജീവിക്കുന്ന ഒരാൾ, അയാളുടെ പാവങ്ങൾ പുറത്തു കൊടുക്കാൻ ദുനിയാവിൽ 4 കാരണങ്ങളാണുള്ളത്. തൗബ, ഇസ്തിഗ്ഫാർ, സൽക്കർമ്മങ്ങൾ, അവന് ബാധിക്കുന്ന മുസീബത്തുകൾ. ചില ആളുകൾക്ക് ഇതുകൊണ്ട് അവന്റെ പാപങ്ങളിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കൂല. കാരണം അവന്റെ തൗബ നസൂഹായ തൗബ ആയിട്ടുണ്ടാവില്ല, അവന്റെ ഇസ്തിഗ്ഫാർ പരിപൂർണമായിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അവന്റെ സൽക്കർമ്മങ്ങൾ ഇതിനെ മായ്ക്കാൻ മാത്രം എത്തിയിട്ടുണ്ടാകില്ല, അത് ക്വാണ്ടിറ്റി കൊണ്ടോ ക്വാളിറ്റി കൊണ്ടോ ആയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ അവന് മുസീബത്തുകളൊന്നും അങ്ങനെ ബാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബാധിച്ചത് ചെറുതായിരിക്കാം. അത് ഈ കാരണങ്ങളുണ്ടാവും. ഒന്നെങ്കിൽ പാപങ്ങൾ അതിനേക്കാൾ ഗൗരവമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഈ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അതിനേക്കാൾ കുറവായിരിക്കാം. അങ്ങനെയുള്ള അവസ്ഥയിലുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി എങ്ങനെ പാപങ്ങൾ പുറത്തു കിട്ടുക? എങ്ങനെയാണ് അയാൾ ശുദ്ധീകരിക്കപ്പെടുക? പറയാണ് മുഹ്ഹിസ ഫിൽ ബർസഖി ബിസലാസതി അഷ്യാ,
ഈ കാരണങ്ങൾ കൊണ്ട് ദുനിയാവിൽ വെച്ച് പാപങ്ങൾ പുറത്ത് ശുദ്ധീകരിക്കപ്പെടാത്ത ഒരുവന് ബർസഖിന്റെ ലോകത്തിൽ അഥവാ ഈ ലോകത്തുനിന്ന് പോയി പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പ് എത്താതിരിക്കുന്ന അതിന്റെ ഇടയിലുള്ള കാലഘട്ടത്തിനാണ് ബർസഖ്, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖബർ ജീവിതം എന്ന് പറയുന്നത്. അവിടെ വെച്ച് ബർസഖിന്റെ ലോകത്ത് 3 കാര്യങ്ങൾ കൊണ്ട് അവന് പാപം പൊറുക്കപ്പെടാനുള്ള അവസരമുണ്ട്. 3 കാരണങ്ങൾ കൊണ്ട് അവന് പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാകാനുള്ള അവസരം. ഏതൊക്കെയാണ്? അഹദുഹ, ഒന്നാമത്തേത് സ്വലാത്തു അഹ്ലിൽ ഈമാനി അലൈഹി, ഈമാനുള്ള ആളുകൾ അവർ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഖബറിൽ ഒരാൾ മരണപ്പെട്ടു, ബർസഖിലായി, അപ്പോൾ അവന്റെ പാപങ്ങൾ ഈ 4 കാരണങ്ങൾ കൊണ്ട് പൊറുക്കപ്പെട്ടിട്ടില്ല. അവന്റെ പാപങ്ങളുടെ അവസ്ഥയിലാണ് ബർസഖിൽ എത്തിയിട്ടുള്ളത്. പിന്നെ അവന് പാപങ്ങൾ പൊറുത്തിട്ട 3 കാരണങ്ങളാണ്. അതിലൊന്നാമത്തേത് ഈമാനുള്ള ആളുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, വസ്തിഗ്ഫാരിഹിം ലഹും, അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നത്, വശഫാഅത്തുഹും ലഹും ലഹു, അവന് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുക. അഥവാ സ്വലാത്തുൽ ജനാസ, മയ്യത്ത് നിസ്കാരം യഥാർത്ഥത്തിലെ നിസ്കാരമല്ല, അത് ദുആ ആണ്. അതിനെ സ്വലാത്ത് എന്നുള്ള പദം ജനാസയുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിസ്കാരം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ പറയുമ്പോൾ മയ്യത്ത് നിസ്കാരം എന്ന് പറയും, യഥാർത്ഥത്തിൽ അത് സ്വലാത്തിന്റെ അർത്ഥം അവിടെ ദുആ ആണ്. അത് ദുആ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ശഫാഅത്താണ്. അപ്പൊ അതുപോലെയുള്ള അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് അഥവാ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈമാനുള്ള ആളുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ദുആ ചെയ്യുകയോ ഇസ്തിഗ്ഫാർ തേടുകയോ ചെയ്ത മുഖേന അവന്റെ പാപങ്ങളിൽ നിന്ന് അവൻ ശുദ്ധിയാക്കപ്പെട്ടേക്കാം. രണ്ടാമത്തെ കാരണം ബർസഖിൽ വെച്ചിട്ടുള്ളത് അസാനി തംഹീസുഹു ബിഫിത്നത്തിൽ ഖബർ, ഖബറിലെ പരീക്ഷണങ്ങൾ വെച്ച്, ഖബറിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ, ശിക്ഷകൾ വെച്ച്, വറൗഅത്തിൽ ഫത്താൻ, അവിടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആ പരീക്ഷണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഗൗരവമേറിയ പരീക്ഷണം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ഭയപ്പാടുകളും, വൽ അസ്റത്ത് വൽ ഇൻതിഹാർ, ഞെരുക്കവും ഇടുക്കവും, വസവാബിഉ ദാലിക്, അതുപോലെയുള്ളത്. അഥവാ മരണപ്പെടുന്ന വരെ അവന് ഈ 4 കാരണങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരുത്തിന് ഖബറിൽ ഒന്നെങ്കിൽ മുഅ്മിനീങ്ങളുടെ ദുആ ഉണ്ടാവണം, അതല്ല എങ്കിൽ ഖബറിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകളുണ്ട്, പലതരത്തിലുള്ള ശിക്ഷകളുണ്ട് ഖബറിൽ. ആ ശിക്ഷകളെ കൊണ്ട് അവൻ ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അസാലിസ്, മൂന്നാമത്തേത് മാ യുഹ്ദി ഇലൈഹി ഇഖ്വാനുഹുൽ മുസ്ലിമൂൻ മിൻ ഹദായൽ അഅ്മാൽ, മുസ്ലിമീങ്ങളായിട്ടുള്ള അവന്റെ സഹോദരങ്ങൾ അവന് വേണ്ടി ഹദിയയായി നൽകുന്ന സൽക്കർമ്മങ്ങൾ, അത് മുഖേന അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടേക്കാം. അപ്പോൾ അവന് വേണ്ടി സ്വതക്ക നൽകി, മരണപ്പെട്ട ഒരു സഹോദരന് വേണ്ടി സ്വതക്ക നൽകി, അല്ലെങ്കിൽ ഉംറ നിർവഹിച്ചു, അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ ചെയ്യുന്നത് മുഖേന അള്ളാഹു ഇതിന്റെ പ്രതിഫലം അവന് നൽകണമേ എന്ന നിലക്കുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഹദിയകൾ, അത് മുഖേന അവൻ ആ ബർസഖിൽ വെച്ച് ശുദ്ധീകരിക്കപ്പെടാം. അപ്പോൾ ദുനിയാവിൽ വെച്ച് ശുദ്ധീകരിക്കാൻ 4 വഴികളുണ്ട്, ബർസഖിൽ വെച്ച് ശുദ്ധീകരിക്കാൻ 3 വഴികളുണ്ട്. ഇനി അവിടെയും ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിലോ, അവിടുന്ന് അവൻ ശുദ്ധിയായിട്ടില്ല എങ്കിലോ, ഫഇല്ലം തഫി ഹാദിഹി സലാസതു ബിത്തംഹീസ്, ഈ 3 മതിയായില്ല അവന് ശുദ്ധീകരിക്കാൻ വേണ്ടി, മുഹ്ഹിസ ബൈന യദൈ റബ്ബിഹി ഫിൽ മൗഖിഫ് ബിസലാസതി അഷ്യാ, അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ 3 കാര്യങ്ങൾ കൊണ്ട് അവൻ ശുദ്ധീകരിക്കപ്പെടും. ശുദ്ധീകരിക്കാനുള്ള അവസ്ഥ 3 ഉണ്ട്. ഒരാൾ ദുനിയാവിൽ 4 അവസരമുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞില്ല. ബർസഖിൽ 3 അവസരമുണ്ട്, അതുകൊണ്ടും കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെയുള്ളത് ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ മുമ്പിലുള്ള 3 അവസരങ്ങളാണ്. ഏതൊക്കെയാണത്? ഒന്ന് അഹ്വാലുൽ ഖിയാമത്തി വ ശിദ്ദത്തുൽ മൗഖിഫ്, പരലോകത്തെ ഭയപ്പാടുകൾ. പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്തുണ്ടാകുന്ന പലതരത്തിലുള്ള ഭയപ്പാടുകളുണ്ട്. അത് സിറാത്തിന്റെ സമയത്താവട്ടെ, സിറാത്തിലാവട്ടെ, ഉയർത്തെഴുന്നേൽപ്പിലാവട്ടെ, അല്ലെങ്കിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോഴാകട്ടെ, പലതരത്തിലുള്ള പരലോകവുമായി ബന്ധപ്പെട്ട ഭയപ്പാടുകളും അതുപോലെയുള്ള കാര്യങ്ങളുമുണ്ട് അതിനെ കൊണ്ട്. രണ്ടാമത്തേത് ശഫാഅത്തു ശുഫആ, നാളെ പരലോകത്തെ ശുപാർശകരെ കൊണ്ട്, അമ്പിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും ശുഹദാക്കൾക്കുമുള്ള ശുപാർശ കൊണ്ട്, അവരാരെങ്കിലും ശുപാർശ ചെയ്തു, അല്ലെങ്കിൽ അല്ലാത്ത തരത്തിലുള്ള ശുപാർശ ചെയ്യാൻ അവന്റെ കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അങ്ങനെയുള്ള തരത്തിലുള്ള ശുപാർശകൾ, അതുകൊണ്ട് അവൻ പരലോകത്ത് രക്ഷപ്പെട്ടേക്കാം, ശുദ്ധീകരിക്കപ്പെട്ടേക്കാം. മൂന്നാമത്തേത് വഅഫ്വുല്ലാഹ്, അല്ലാഹു തആല പുറത്തു കൊടുത്തേക്കാം. പരലോകത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്, തൗഹീദുള്ള ആളുകൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. ഈ 3 കാരണം കൊണ്ട് പരലോകത്ത് അവൻ ശുദ്ധീകരിക്കപ്പെട്ടേക്കാം. അവിടുന്നും അവൻ ശുദ്ധിയായിട്ടില്ല എങ്കിൽ പരലോകത്ത് അള്ളാഹുവിന് മുമ്പിലെത്തി അള്ളാഹുവിന്റെ അഫ്വ് കൊണ്ടും ശുദ്ധീകരിക്കപ്പെടാൻ
പറ്റാത്ത വിധം പാപങ്ങൾ അവന് സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, ഇതാരുടെ കാര്യമാണ് പറയുന്നത്? ഗഫ്ലത്തിലുള്ള ശിർക്കിലും കുഫറിലും ബിദ്അത്തിനുമായ ആളുകളല്ല. യഖ്ളത്തിൽ എത്തിയിട്ടുള്ള ഒരാൾ അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയാൻ വേണ്ടി പരിശ്രമിക്കുന്നതാ പറയുന്നത്. അതാ പറയുന്നത്. അവന് ബോധം വന്നതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോ ദുനിയാവിലെ 4 അവസരം കഴിഞ്ഞു, ബർസഖിലെ 3 അവസരം പുറത്തുനിന്ന് കിട്ടണം, അതും കഴിഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പിലെ 3 അവസരം കഴിഞ്ഞു. എന്നിട്ടും അവൻ ശുദ്ധിയായിട്ടില്ല എങ്കിൽ, അവന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടാൻ മാത്രമായിട്ടില്ല എങ്കിൽ, വഇല്ലം തഫി ഹാദിഹി സലാസതു ബിത്തംഹീസിഹി, ഈ പറഞ്ഞ പരലോകത്തെ 3 കൊണ്ടും അവൻ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ഫലാ ബുദ്ദ ലഹു മിൻ ദുഖൂലിൽ കീർ, നിർബന്ധമായും അവൻ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. അവൻ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും. റഹ്മതൻ ഫി ഹഖ്ഖിഹി, അവൻ ചെയ്തതിന് അവകാശമുള്ളത് കൊണ്ട് അവനുള്ളൊരു കാരുണ്യമാണത്. അവൻ ചെയ്തു പോയ പാപങ്ങൾ പുറത്ത് കിട്ടുക എന്ന നിലക്ക് അവനുള്ള കാരുണ്യമാണത്. അതായത് അവൻ ചെയ്ത പാപങ്ങൾ ബാക്കിയുള്ള കാരണങ്ങൾ കൊണ്ടും ആയില്ല. ഇനി അവന് ആ പാപം പുറത്ത് കിട്ടണമെങ്കിൽ അവനുള്ള ഒരു മാർഗം എന്തേ ഉള്ളൂ? സ്വർഗത്തിൽ കിടക്കലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ അവകാശപ്പെട്ടതാണത്. അത് അവനോടുള്ള ഒരു കാരുണ്യവുമാണ്. എന്നിട്ട് പറയാം, എന്തിനു വേണ്ടിയാണത്? അവൻ ഒഴിവാകാൻ, അവന്റെ ആ പാപങ്ങൾ, ആ ഖബ്സുകൾ അവനിൽ നിന്ന് പോകാൻ വേണ്ടി, അവൻ ശുദ്ധിയാകാൻ വേണ്ടി, ആ നരകത്തിൽ കിടന്ന് അവൻ ഏറ്റവും പരിശുദ്ധമായി മാറാൻ വേണ്ടി. നരകം അവനുള്ള ശുദ്ധീകരണവും അവന്റെ അഴുക്കിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു കാരണവുമായി മാറാൻ വേണ്ടി. ആ നരകത്തിൽ എത്ര കാലം കിടക്കേണ്ടി വരുമെന്നുള്ളത് അവൻ ചെയ്തിട്ടുള്ള മ്ലേച്ഛതകൾ, പാപങ്ങൾ, അതിന്റെ അഴുക്ക് അത് കൂടുതലാണോ കുറവാണോ എന്നതിനെ പരിഗണിച്ചിരിക്കും. വശിദ്ദതിഹി വബഅഫിഹി വതറാകുമിഹി, അവൻ എത്ര ഗൗരവത്തിലുള്ളതാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര ഇരട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം അവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അതിനെ അനുസൃതമായിരിക്കും. ഫൈദാ ഖറജ ഖബസുഹു വസുഫിയ ദഹബുഹു, അങ്ങനെ അവന്റെ ആ അഴുക്കുകൾ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ, സ്വർണം പരിശുദ്ധമായി വരുന്നത് പോലെ, അഥവാ സ്വർണം തീയിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ അഴുക്കുകൾ നീങ്ങി പരിശുദ്ധമായതാകുന്നത് പോലെ അവനായിത്തീരും. വസ്വാറ ഖാലിസൻ ത്വയ്യിബൻ, അവൻ ഏറ്റവും ആ പാപങ്ങളുടെ എല്ലാത്തിൽ നിന്നും മാറി ത്വയ്യിബായി തീരും. ഉഖ്റജ മിനന്നാർ, അവനെ നരകത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. വഉദ്ഖല അൽ ജന്നത, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് അവന്റെ അവസ്ഥ ഉണ്ടാവുക. ഉഖ്റിജ മിനന്നാർ വഉദ്ഖല അൽ ജന്നത, അവൻ നരകത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യും. അതാണ് അവന്റെ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഈ പറഞ്ഞത് യഖ്വത്തിന്റെ ബാബിലുള്ള അവസ്ഥയാണ്. അപ്പോൾ ഒരാൾ ഗഫ്ലത്തിലായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ അവന് ഒന്നാമത്തെ മർത്തബ അള്ളാഹുലേക്കുള്ള യാത്രയിൽ യഖ്വത്താണ്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു സൃഷ്ടാവുണ്ട് എന്നുള്ള ബോധമാണ്. ആ ബോധം അവനുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അവനുണ്ടാകുന്നത് എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അവൻ നന്ദി കാണിക്കാനും അതിനുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഒരുങ്ങുമ്പോൾ, അവന്റെ കുറവുകളും ന്യൂനതകളും മനസ്സിലാക്കുമ്പോൾ 2 കാര്യങ്ങൾ അവനിലുണ്ടാകും. ഒന്ന്, അള്ളാഹുവിനോടുള്ള അതിയായ ഇഷ്ടവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും. 2, അള്ളാഹുവിനോടുള്ള താഴ്മയും സ്വന്തത്തെക്കുറിച്ചുള്ള നിസ്സാരതയും. അങ്ങനെ അവൻ ആ കഴിഞ്ഞ കാലത്തെ നേരെയാക്കാൻ വേണ്ടി, ആ പാപങ്ങളെ മായ്ച്ചു കളയാൻ വേണ്ടി ഇൽമു കൊണ്ടും അമല് കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടുമെല്ലാം അവൻ മുന്നേറും. അങ്ങനെ മുന്നേറുന്ന ഒരാൾക്ക് ദുനിയാവിൽ വെച്ച് അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ശുദ്ധീകരിക്കാൻ 4 മാർഗങ്ങൾ: തൗബ, ഇസ്തിഗ്ഫാർ, ഹസനാത്ത്, നന്മകൾ, അല്ലെങ്കിൽ അവന് ബാധിക്കുന്ന മുസീബത്തുകൾ ക്ഷമിക്കുക. അതുകൊണ്ട് അവൻ പല കാരണങ്ങളാൽ ശുദ്ധീകരിക്കപ്പെടാതിരുന്നേക്കാം. അവന്റെ പാപങ്ങൾക്ക് അനുസൃതമായി അവൻ ഇത് ചെയ്തിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ പാപങ്ങൾ അതിനേക്കാൾ ഗൗരവമുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെയെങ്കിൽ ബർസഖിൽ 3 കാരണങ്ങൾ കൊണ്ട് അവൻ ശുദ്ധീകരിക്കപ്പെട്ടേക്കാം. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും കൊണ്ട്, ഖബറിലെ ഫിത്നകൾ, പരീക്ഷണങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ അവന്റെ സഹോദരങ്ങൾ അവന് വേണ്ടി ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട്. അതുകൊണ്ടും അവൻ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ 3 കാരണങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടാകാം. പരലോകത്ത് ഭയാനകത, അവിടെ ഉണ്ടാകുന്ന ശിക്ഷകളെ കൊണ്ട്. 2, അവിടെ ശഫാഅത്ത് കൊണ്ട്. 3, അള്ളാഹുവിന്റെ മഗ്ഫിറത്തും അതുപോലെ തന്നെ അഫുവും കൊണ്ട്.
അതിൽ നിന്നും അവൻ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ തീർച്ചയായും നരകത്തിൽ പ്രവേശിക്കും. നരകത്തിന്റെ തീ കൊണ്ടേ പിന്നെ അവന്റെ പാപങ്ങളിൽ നിന്ന് അവനെ ശുദ്ധിയാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എത്രയാണോ അവൻ ചെയ്തത് അതിനനുസരിച്ച് ആ നരകത്തിൽ കിടന്ന് ശുദ്ധിയായിട്ട് അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അതാണ് ഒന്നാമത്തെ മർത്തബയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ശിർക്കിന്റെ ഗൗരവം ആലോചിച്ച് നോക്കി. കാരണം ആ നരകത്തിന്റെ തീയിൽ കിടന്നാൽ പോലും ശുദ്ധിയാകാൻ പറ്റാത്ത അത്രയും മ്ലേച്ഛമായിട്ടുള്ള അഴുക്കായിട്ടുള്ള കാര്യമാണ് ഷിർക്ക് എന്നുള്ളത്. അതാണ് ഷിർക്കിന്റെ ഗൗരവം എന്നുള്ളതും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ മർത്തബ അൽ യഖ്ബത്തു, അശ്രദ്ധയിൽ നിന്നുള്ള ഉണർവ്. അടുത്ത മൻസിലത്ത് പറയുന്നത് മൻസിലത്തുൽ ഫിക്റത്ത്, ചിന്ത, ഉറ്റാലോചന ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.